സി ഉണ്ട്. ടൈപ്പ് സിയിൽ ഇത് നോക്കാൻ പറ്റും. ടൈപ്പ് സി വെച്ച് ഇതിനകത്ത് കണക്ഷൻ ഉണ്ട്. ചിലർ അങ്ങനെ ടൈപ്പ് സി ആദ്യം കുത്തിയിട്ട് അതായത് ഇത് നല്ല രസമാണ്. പറഞ്ഞു കുത്തിയിട്ടത് മെയിനായിട്ട് നമ്മള് എന്തായാലും യൂട്യൂബ് ചാനൽ ഒരു മനുഷ്യന് ഉറപ്പായിട്ടും തുടങ്ങി റീച്ചില്ല ശരിയില്ലേ പിന്നെ നമ്മള് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുന്നില്ലേ, എന്തായാലും പഠിച്ചിരിക്കുന്നത്. മുന്നിലാണ് സൈഡിലാണെങ്കിൽ ആർഗ്യുമെന്റ് നീ മറ്റവനാ ക്യാമറയുടെ പേര് ക്യാമറ മുന്നിൽ ക്യാമറ കൊണ്ട് പുറകെ വെച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്നത്. മെയിനായിട്ട് പഠിക്കും. അല്ല ഒരാള് നമ്മള് ഇത് ചോദിക്കും, ഒരാളെ മൈക്ക് കൊണ്ട് വന്നിട്ട് എന്നാ പറയാൻ അങ്ങനെ സംസാരിക്കുന്ന ക്രൗഡ് കാണും. ഇപ്പൊ നമ്മള് മുതലേ ശബരിമല ഇവരെന്ത് മൈൻഡില്ലേ മാലയെ കൊണ്ട് ക്യാമറ കാണുന്നുണ്ടോ? കണ്ട സമയം മാല ഇടാൻ പോണേ അത് വേറെ പരിപാടിയൊന്നും പരിപാടി. ഇപ്പൊ ഞാൻ എന്തൊക്കെ പരിപാടി കഴിഞ്ഞു ഇത് കഴിയുമ്പോഴത്തേന് പ്രോജക്റ്റിനായിട്ട് പോകും. അതിലും പൈസ എല്ലാം ഇതിനോർത്ത് 7,000 രൂപ 8,000 സമയമാണ് 1,200 രൂപ പൊതിന്റെ തന്നെ. പിന്നെ സാധ് ബാഗ് ഉണ്ടോ? സർവേലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പക്ഷെ നമുക്ക് നമ്മളെ അത് കൊണ്ടോളാം. അവന്റെ നല്ല ഇടമുണ്ട്. പിന്നെ തിരിച്ചിട്ട് പറഞ്ഞേ ഒരാൾ ഉണ്ടായ പോരെ. സ്വിഗ്ഗിയുടെ ഒരു വൈകുണ്ട് മറ്റേ അതെ ഞാൻ റേഷൻ കാർഡ് കൊണ്ടുപോകും. എടാ മോളി പറയാം ഞാനത് കൊണ്ടുവന്നത് ചതുരത്തില് അല്ലെങ്കിൽ പിടിക്കുന്നത് നിങ്ങളുടെ സ്വിഗ്ഗിയുടെ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ട് ആദ്യം കൊണ്ടുപോയി ഓടി പോയി. എടാ അത് അതിന്റെ ശബരിമല പോകാൻ വേണ്ടി ഞാൻ അച്ഛനെ അല്ല ജോലി കൊണ്ടുപോയി സൂക്കേസോ തോക്കി പിടിക്കും സൈഡിൽ അല്ലേ അവിടെ ഇൻസ്റ്റാമാർട്ടില്ലേ മുട്ടാനോട് വയ്ക്കാം. ഇവന്റെ ഞാൻ പള്ളിക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. എന്നാ ഇതായിരുന്നറിയോ, ഭയങ്കര ഇതായിരുന്നു. ഇഷ്ടംപോലെ ഇടയായിരുന്നത്. എന്നെ മൊത്തം തുണി വെച്ചിട്ടും സാധനം ഇത് പിന്നെ ഇട കിടക്കും പകുതി. നല്ല ഇടയുണ്ട് വൈകി. എല്ലാ കൂടി ആവുന്നത് എല്ലാ ദിവസവും ഈ 2 എണ്ണം വെച്ച് എന്നാ ആയിരത്തി രാവിലെ കുളിക്കാതെ കുളിക്കുന്നില്ലേ, വൈകിട്ട് കിടക്കുമ്പോ ഒന്ന് കുളിച്ചിട്ട് കിടക്കാം. വീട്ടിൽ തുറക്കണോ? അല്ല പൂളിനകത്ത് പോകും. തണുപ്പത്താര് കുടിക്കും. മൈസൂർ പോകാ പോകുന്നത് മഞ്ഞായിരിക്കും. നിനക്ക് പുതപ്പുണ്ടോ? ഒരു ഷാർബാഗ് ഒപ്പിച്ചാൽ വലിയ സെറ്റ് കൊടുക്കും. ഒറ്റ ഞാൻ വലിയ സുഖിനുള്ള നിനക്ക് ഏറ്റവും യൂസ്ഫുൾ സാധനമാണ്. കാരണം അതിലാണ് നിനക്ക് തുറന്നു കഴിഞ്ഞാൽ കൂടെ അടിക്കടിക്ക് വെക്കും. കുഴഞ്ഞു മറിഞ്ഞൊന്നും പോലും ഇങ്ങനെ പിടിക്കും, നോക്കി പിടിക്കുന്നത്. ആ മറ്റേ എന്റെ വീട്ടിലുണ്ടോ? ഇതിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് ചതുരപ്പെട്ടി അതിങ്ങനെ പിടിച്ചോണ്ട് പോകും. ഇഷ്ടിയുടെ കഷ്ണം ഇരിക്കുന്നില്ലേ, അതിന് മേളിൽ 2 ഇങ്ങനെ സാധനം വെച്ച് അങ്ങനെ അത് അതുകൊണ്ട് ഹരി ചേർത്തറും ഓറഞ്ച് ഓറഞ്ചിന് വെള്ളം കൊണ്ട് സ്വിഗ്ഗി ചെയ്തിട്ടുണ്ട്. QR കോഡ് വരണ്ടോ? സാധനം പോലീസിനെ പിടിച്ചിട്ട് പോകും. എനിക്ക് മനസ്സിലായി. അതല്ല നീ അതാണ് അതല്ല അതിൽ പോണ്ട്
മറ്റേ സൂട്ട് കേസ് പോലത്തെ അതല്ല, ഇത് അതുപോലെ അല്ല ഇരിക്കുന്നത്. ഇതെങ്ങനെ പറയും സാധാരണ ഒരു നീ എന്നാ മറ്റേ അതിന്റെ ഉണ്ട്. എന്റെ ട്രാവൽ ബാഗിന് ചെറുതിട്ടുണ്ട്. എടാ അത്രയും തുണി നമുക്ക് വേണോ? എനിക്ക് തോന്നുന്നില്ല അത്ര തുണി. ഞാൻ ഇങ്ങനെ കറക്റ്റ് വണ്ടി കയറി വാനൊക്കെ ട്രാവൽ ബാഗിന് ചെറുത് മേടിക്കും. ചെറുതുണ്ട് വീട്ടിൽ നോക്കണം. എന്താ മറ്റേ ഇതിനോട് ചിലപ്പോ ഞാൻ ട്രാവൽ ബാഗ് പിന്നെ ചെരുപ്പ് ഷൂവും വെക്കണം. ഷൂ വേണ്ട, ചെരുപ്പാണ് എന്തിനാണ് ആ ഷൂ? അതൊക്കെ ആചാരങ്ങൾ നിങ്ങൾ പാലിക്കും. നിന്റെ ഷൂ കൊണ്ടാ എന്റെ മറ്റേതാ ബൂട്ട്. അത് ബൂട്ടോ? വേറെ ഷൂ ഇല്ല. ബൂട്ടോ? ആ മറ്റേ നീ എന്റെ പോലീസുകാരോ പോലത്തെ സാധനം അതോളോ? മറ്റേ ഇരിക്കുന്ന മണിക്കൂട്ടി അവിടെ ഉണ്ട്, 3 ഉണ്ട്. ഫുൾ വൈറ്റ്. പിള്ളേരൊന്നും അല്ല, അത് യൂണിസെക്സ്. കണ്ടാ അറിയാം. നീ കാണാത്തോണ്ടാ നീ ഞാൻ പറയാം. വ്യത്യാസമുണ്ട് ഇപ്പൊ അങ്ങനെ നടക്കുന്നില്ല. ഞാൻ ഓമനോട് ധാരാളം പോയി ഉത്താനോടെ പറ്റുമായിരുന്നു എന്തെങ്കിലും സംസാരിക്കുന്നത്. ഞാനൊരു ആരെ കാണുമായിരിക്കും ശരി, ഞാനുണ്ടോ സംസാരിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇതിപ്പോ നമ്മളെ ഫോണെ കുത്തിയാലോ? ഫോണെ കുത്തിയാ സംസാരിക്കും. സംസാരിക്കാം, പക്ഷെ അവരൊന്നും നേരം പറ്റില്ല. ആര് പറയുന്നു? ഇത് നമുക്ക് ഇങ്ങനെ മൈക്ക് സൗകര്യം വെക്കും. നമ്മുടെ മൈക്ക് പിടിക്കാന പിന്നെ ആരുടെ മൈക്ക് പറയുന്നു? ഇതിനകത്ത് കുത്തിയാൻ പറ്റുമോ? ആ അതിന് കുത്തിരി ഓണാക്കി റെക്കോർഡർ ഓണാക്കി റെക്കോർഡർ ഓണാ. അല്ലെ വീഡിയോ എടുത്താൽ മതി. വീഡിയോ എടുക്കാം. വീഡിയോയുടെ ക്വാളിറ്റി ചാനലിന്റെ റെക്കോർഡിങ് വീഡിയോ എടുക്കും. ഓണാക്കിയോ? ഓഡിയോ എന്തുണ്ട്? നീ എന്തെങ്കിലും പറഞ്ഞു? ഹലോ എക്കോ കേൾക്കണ്ടോ? ആ ഇനി അത് ഓഫാക്കും. ഇതൊക്കെ വെക്കണം, എന്നാലേ ഇതൊക്കെ വേണം, എന്നാലേ ആൾക്കാർ വിശ്വസിക്കും. സെറ്റപ്പ് സ്റ്റഡി വീഡിയോ നല്ല ഒരു കുറെ ഒന്നും വിട്ട് കഴിയുമ്പോൾ അന്നത്തെ കാര്യം എനിക്ക് പഠിക്കാൻ റിവ്യൂ പറയുന്ന വീഡിയോ ഇടുന്നതാണ്. ഈ സ്റ്റഡി ഞാൻ ഒരു അരമണിക്കൂർ വീഡിയോ ഇട്ടില്ലേ, അരമണിക്കൂർ യൂട്യൂബ് വീഡിയോ ഇട്ട് അതിനെ നിങ്ങൾ കണ്ടില്ലേ? അത് കാണിച്ചില്ലേ? അതെന്നു വെച്ചാൽ ഇതൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ കിട്ടാൻ ആൾക്കാർ കാണുമല്ലോ. അല്ല പിന്നെ 6 മണിക്കൂർ എഴുതി കഴിഞ്ഞ സന്തോഷം. അല്ലാതെ ഞാൻ പഠിക്കാതിരിക്കില്ല. പഠിക്കാൻ കൊച്ചിനോട് ഇങ്ങനെ ശീലമില്ല വീട്ടിൽ. അതുകൊണ്ട് ടാസ്ക്കാണ്. ട്യൂഷൻ ക്ലാസ്സിൽ ഇല്ല, വീട്ടിൽ നിന്ന് പഠിക്കാതിരിക്കാൻ പറയാൻ വേണ്ടിയാണ് ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. ട്യൂഷൻ പോകുമ്പോൾ ഞാൻ പറയാം ട്യൂഷൻ എന്നെ പഠിപ്പിച്ചായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ വലിയ നല്ല ട്യൂഷനൊക്കെ പോകും. ഇച്ചിരി കൂടായിട്ട് ട്യൂഷൻ അപർണ അതെവിടാ ടീച്ചറിന്റെ അടുത്ത്? ആ അതെന്നാടാ ഇത് ഓർമ്മയില്ല. അപ്പൊ ഇന്ന ഏത് എനിക്ക് ശബരിമലയ്ക്ക് മൈനുണ്ട്, എല്ലാ മൈനുണ്ട്, എല്ലാവരും ഉണ്ട്. പോയാ കല്യാണം പോണം ബ്രോ. സമയം പോകണം. പരീക്ഷയല്ലേ 23 പഠിച്ചില്ലേലും വേണ്ടില്ല, പക്ഷെ ആ സമയത്ത് വേറെ എവിടെയും പോയി. അപ്പൊ എനിക്ക് റിഗ്രറ്റ് ആവും. ഞാൻ വീട്ടിൽ ഇരുന്ന കുഴപ്പമില്ല, ഓക്കെ എന്റെ തെറ്റാതെ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ട് അതെനിക്ക്
ഒരു ഡാഡി പറയാം നീ ഇത് പഠിക്കാതെ മറ്റേ എടുക്കുന്നു പറയാം. അത് ഞാൻ വിട്ടു ഭയങ്കര കാരണം ഞാൻ തന്നെ ഒരു സാധനം എടുത്ത് കൊച്ചു പഠിക്കും പോകണ്ടേ കോയമ്പത്തൂര് കുമ്പളി സർപ്രൈസുകൾ മാത്രം. എടാ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും. മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ കൊടുക്കണം, പറയിപ്പിക്കണം ആൾക്കാരെ കൊണ്ട്. അന്ന് കെട്ടിട്ടാ മതി. അനീഷയുടെ വന്നത് ഞാനിപ്പോ രണ്ടോട്ടം ഒറ്റയ്ക്ക് തോന്നുന്നു. യൂട്യൂബിൽ റിവ്യൂ ചെയ്തോ? അയ്യോ ഞാൻ ഇന്നത്തെ യൂട്യൂബ് എന്റെ ഫാസ്റ്റ് എന്റെ 3 ഫോളോവേഴ്സ്, 3 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളിലേക്ക് പറഞ്ഞു. ഒറ്റയ്ക്ക് പോണം. ഞാൻ എന്റെ ഹെഡ്സെറ്റ് വെച്ച് അതേക്ക് പോയപ്പോ അന്ന് ഞാൻ പോയപ്പോ നിനക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിനക്ക് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. എന്റെ മോനെ അറിയോ? എന്റെ ഫോണിൽ ക്ലാരിറ്റി ഇല്ലാത്തോണ്ടാ. നല്ല ക്ലാരിറ്റിയുള്ള ഫോണായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് എടുത്തറിയായിരുന്നു. ഇപ്പുറ സൈഡ് ഒന്നും കാണാൻ പറ്റില്ല. എനിക്ക് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റത്തില്ല. ഞാൻ ഇതിന്റെ അടിച്ചിട്ട് ഞാൻ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ അവിടെ പാട്ട് മാറ്റും, പോക്കലിടും, റിപ്ലൈ ചെയ്യും. മറ്റേ വെള്ളച്ചാട്ടം മറ്റേ വെള്ളച്ചാട്ടം ഞാൻ മുട്ടിട്ടല്ലേ, ഞാൻ പറയുന്നില്ല. ആ ഫുള്ളോളി പാട്ടും എനിക്ക് നിൽക്കില്ല താഴത്തെ. ആ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര ഉള്ളതാണ്. പിന്നെ ഒരു കപ്പിള് വണ്ടിക്ക് കയറിയിട്ട് മുട്ടാണ് മറ്റേ വണ്ടി കിട്ടുന്നത്. പിന്നെ എന്തൊക്കെയൊക്കെ ഞാൻ പിന്നെ 354 രൂപ പരിപാടി. എന്റെ 175 അന്ന് വേണം നല്ല പൈസ പോയി. 154. പിന്നെ ഇവിടുന്ന് ബായായിട്ട് പോകുന്നെങ്കിൽ 5 രൂപ. പിന്നെ നമ്മളെ നൈസ് കേട്ടോ മണി വിട്ട് എന്റെ പൈസ ഇല്ലാത്ത ഹോട്ടലിൽ കയറുക ഇവിടുന്ന് പട്ടണി കിടന്ന് പോയിട്ട് അത് ഇവിടുത്തെ പട്ടിണി അവിടെ ചെന്നിട്ട് ശരിയല്ലേ എന്നാ വേണ്ടേ. അത് പോയപ്പോ ചുമ്മാ കഴിക്കുന്നില്ലല്ലേ. നമുക്കിനി മുമ്പിലേക്ക് പോകണ ആവശ്യമൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ച് ഇവിടെ പോകുന്നില്ല, ജിമ്മിൽ പോവാ. ജിമ്മൊന്നും വേണ്ട വേണ്ട നമുക്ക്. എന്തിനാണ് വീട്ടിൽ പറഞ്ഞിട്ട് വരാം. അവനെ കാണാൻ പോവാന്ന് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വന്നേ. നീ എന്താ പറയാ? ഞാൻ ഇതുവരെ പറയാനായിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല വന്നിട്ടാ ഞാൻ ഇതുവരെ പറയാ. ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നീ എന്റെ റെപ്യൂട്ടേഷൻ കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അത് കോടിയല്ലേ പറഞ്ഞു. ഞാൻ സിനിമയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് പോകാൻ അപ്പൊ അമ്മയോട് ഡാഡി അവനോട് പോയി ചോദിച്ചപ്പോ അപ്പൊ അമ്മ എന്താ പറയാ? ഒന്നും പറഞ്ഞില്ല. എന്നോട് ഒരു ദിവസം പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞു പോയി. അതെന്ത് നീ എന്റെ കള്ളം പറഞ്ഞു നേരെ കാണാൻ പോയിട്ട് നമ്മളതേ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാൻ ഞാനങ്ങനെ പറയുന്നത് പറഞ്ഞു നീ കോട്ടയം വരെ പോവാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചോളാം. നീ ഒരു ഭയങ്കര മടുപ്പായിരുന്നു. ഒരു പാടാ വെള്ളം കൊടുത്തില്ല പുള്ളിക്ക് എന്നെയല്ലേ നിന്നെ നമ്മളെ പാടാ നമ്മൾ വെള്ളം വരാൻ കണ്ടില്ലേ? പുള്ളി പറഞ്ഞാ പുള്ളി
നേരത്തെ വണ്ടിയല്ല ആദ്യം കൊണ്ട് വെക്കുമായിരുന്നു. ഇപ്പൊ വണ്ടിയൊക്കെ പോയില്ല. നിങ്ങളതിനെ എവിടെ നടന്നു വരുന്നത്? അതിനിപ്പോ അതിലൊഴിഞ്ഞ് അങ്ങനെ പോകുന്നു. ഇത് മറ്റേ ഇങ്ങനെയല്ലേ അതിലേക്കോട്ട് വെച്ചിട്ട് പറഞ്ഞു ഒഴിവല്ലേ എല്ലാവരും അല്ലേ ആശാരിങ്ങയിലൊക്കെ നമ്മൾ യോഗന്മാരല്ലോ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ചെറിയ പറ്റി പോയപ്പോ അറിയില്ലല്ലോ. അവരുടെ യൂട്യൂബ് പറയാൻ പറ്റത്തില്ല. അല്ല ഞാൻ പറഞ്ഞു ചില ചോമറയിലെ ചില അത്രയില്ല, എന്നാണല്ലോ അത്രയില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അവൻ പറയുന്നില്ല. അവനെ സിദ്ധിക്ക് അവനാ കുറ്റം പറഞ്ഞ അവനെ ആദ്യം പറഞ്ഞത്. ഞാൻ ഇന്നലെ വോട്ട് പോയില്ല. പിന്നെ നമ്മളൊരു ഗ്രൂപ്പിൽ നിന്നില്ലേ നമുക്ക് ടാസ്ക് ആണ് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കല്യാണം മെയിൻ പ്രശ്നം വരുന്നത് കല്യാണത്തില് മരണാന്തര പ്രശ്നങ്ങൾ. കല്യാണത്തിനൊക്കെ ഇങ്ങോട്ട് ആക്കിയില്ല. ഏത് ഇങ്ങോട്ടാക്കുന്ന അങ്ങോട്ടാക്കുന്നല്ല, ഇത് ചടങ്ങായിട്ട് ഇത് നടത്തണ്ടേ. രജിസ്റ്റർമാരെയാണ് എന്നെ നടത്തുന്നവരെ പോലെ എങ്ങനെ വേണം അല്ല എന്ത് വേണം രജിസ്റ്റർമാരെയാണ് എന്നെ എങ്ങനെ വേണം നടത്താമല്ലോ. രജിസ്റ്റർമാരാണ് എന്നെ. നീ പറയോ അമ്പലത്തിൽ വെച്ച് മറ്റേ പരിപാടിയൊക്കെ എന്നെ പരിപാടി ഒരു ഓഡിറ്റോറിയം എടുത്തിട്ട് എനിക്കും അങ്ങനെ വേണമെന്നില്ല. സബ് ഓഫീസർ മറ്റേ രജിസ്റ്റർ ഓഫീസർ വന്ന് അല്ലാതെ ഈ ഇതൊന്നും വേണമെന്നില്ല. അവിടുത്തെ കത്തി കളഞ്ഞാൽ മതി. നമുക്കൊക്കെ വീട്ടുകാരും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആകുമ്പോഴാ പ്രശ്നം പറ്റും. മനസ്സിലായോ? ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. നീ പറയും കൃഷ്ണന്മാരുണ്ടാക്കി താലി ഒരു കട താലി കേട്ടോ അതില്ല ഒപ്പിട്ടാ ആൾക്കാർ അതുപോലെ നിന്റെ ഇഷ്ടം പോലെ വീട്ടുകാർക്ക് ഇഷ്ടം വീട്ടുകാർക്ക് നിന്റെ വീട്ടുകാർക്ക് ഒരു ഇതും നീ കൊടുക്കുന്നില്ല. അപ്പൊ കല്യാണകരമായ വീട്ടുകാരെടുത്തരും എന്റെ വീട്ടുകാർക്ക് നീ നിന്റെ വീട്ടുകാരെ തെരുവെടുക്കാൻ പറ്റണോ? അല്ല ചെലവിനല്ല, വീട്ടുകാർക്ക് റോളില്ല. റോളുണ്ട്. നിങ്ങൾ വീട്ടുകാരിക്കും നീ പറയാ എനിക്ക് ഒപ്പിട്ടാ മതി, എനിക്ക് താരി ഇപ്പൊ ഈ അസന്റിപ്പിക്കാർ വന്ന കലിറ്റാണെന്ന് ഇപ്പൊ പറഞ്ഞേ. അതിപ്പോ നിങ്ങൾ വീട് കാണത്തില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ ഇപ്പൊ വീട്ടുകാർ ഇങ്ങോട്ട് ആക്കാൻ വേണ്ടി എന്റെ ഭാഗത്ത് നോക്കിയാൽ പോലെ രണ്ടുപേരെ നോക്കണം. ഇപ്പൊ രണ്ടുപേർക്ക് ഇപ്പൊ പറയാം. എനിക്ക് എപ്പൊ പറയുമോ അങ്ങനെയാണ് മാത്രം നടത്തിയാൽ മതി, അല്ലെങ്കിൽ വേണമെന്ന് പറയാം. അങ്ങനെയാണ് ചെയ്യണം. എന്റെ കാര്യം പറഞ്ഞു, എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ വ്യക്തിപരമായിട്ട് എന്റെ കാര്യം പറഞ്ഞു. ഞാൻ വേറെ ആരെയും കൂട്ടി വിളിച്ചില്ല. നിന്റെ കാര്യം ചോദിച്ചില്ല. ഇപ്പൊ ഞാൻ വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ പരിപാടി നടത്തും. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഞാൻ വേറെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നിങ്ങളെ പിന്നെ എന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല. നിന്റെ ചോദിക്കും പറഞ്ഞാൽ നിന്റെ അഭിപ്രായം എന്താ നല്ല ചോദിച്ചത്. പിന്നെ എന്നാ ചോദിച്ചത്? വീട്ടുകാർക്ക് ഒരു ആശയം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നീ എന്നാ എന്റെ വീട്ടുകാർ പക്ഷെ ഓപ്പോസിറ്റ് ആള് വിളിക്കുമ്പോ ചെയ്യണം. കാരണം അവർക്ക് ആണ് ചെയ്യണം. എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാർ കേൾക്കും. ഇപ്പൊ ഓപ്പോസിറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേ ഒരാളുടെ ഇഷ്ടം മാത്രം നടക്കത്തില്ല. ഒരു കാര്യം നടക്കത്തില്ല. നീ തന്നെ പറഞ്ഞു അവനെ മറ്റേ നീയാ പറഞ്ഞേ അങ്ങനെ പറ്റത്തുള്ളത്. അങ്ങനെ പറ്റത്തുള്ളത് അങ്ങനെ പറ്റതായിരിക്കുകയും ചെയ്യാം. രണ്ടുപേരും സംഭവമാണെങ്കിൽ
രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എക്സാമായിട്ട് വരുന്നവർ എങ്ങനെ കഴിക്കും? സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നിൽക്കും. അത് നിങ്ങളുടെ വിഷയമായിട്ട് നിൽക്കും. എല്ലാവരും ഒരുപോലെ ഞാനും പറഞ്ഞേ, ഞാൻ പറഞ്ഞേ. നീ നേരെ അതിന്റെ ഓപ്പോസിറ്റ്. നിന്റെ നിന്റെ ഇഷ്ടത്തിന് മാത്രം എന്റെ വേറെ ഒരു മനുഷ്യനെ നോക്കുന്നില്ല. ഞാൻ പറയാ അവിടെ നോക്കുകയാണ്, ഞാൻ അവർ ആരും നോക്കുന്നില്ല. എനിക്ക് അവിടെ വീട്ടുകാർ നോക്കാൻ പറഞ്ഞാൽ ഓക്കെ. അങ്ങനെയാണ് നീ ചെയ്യല്ലായിരുന്നു മറ്റേ തെറ്റി. സമൂഹത്തെ ജീവിച്ചിട്ടുണ്ട് നീ സമൂഹത്തിൽ ജീവിക്കും. നീ ഇപ്പൊ ഞാൻ തെറ്റിയത് 2000 വർഷവും നീ കണ്ടിരിക്കുന്നത്. ഇവരെ കണ്ട് ഓക്കെ വാശി കേട്ടാൽ പ്രശ്നമുണ്ട്. അത് തെറ്റാ, അത് ചെയ്യരുത്. ആരും കാണാതെ നമുക്ക് ഒന്നും ചെയ്യാം. അതെ നീ പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ? തെറ്റാ തെറ്റാ. പിന്നെ നമ്മ മാത്രം നോക്കിയിട്ട് കാര്യം. സമൂഹത്തെ നോക്കിയാ അപ്പൊ സമൂഹത്തിൽ മുന്നിൽ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. സമൂഹത്തെ നോക്കിയോ? മുന്നിൽ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ സമൂഹത്തെ നോക്കിയോ? നീ നിന്റെ സ്വന്തം നിലപാടിൽ നിന്ന് അതെന്താ നീ അത് നമ്മൾ മാത്രം ഉള്ളപ്പോഴല്ലേ. ഓക്കെ നിന്നോ? അതെനിക്ക് സമൂഹം നോക്കാൻ തന്നെ. അതാ പറഞ്ഞേ. അപ്പൊ സമൂഹം ഇല്ല, അപ്പൊ സമൂഹം ഇല്ല. ഞാൻ പോകും, അപ്പൊ സമൂഹം ഇല്ല. എന്റെ അടുത്ത് എനിക്ക് സമൂഹം നോക്കേണ്ട കാര്യമില്ല. അങ്ങനല്ല. ഇപ്പൊ ഒരു മുറിക്കകത്ത് നിൽക്കുമ്പോ സമൂഹം ഉണ്ടാവും. ഇപ്പൊ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാൽ സമൂഹം ഉണ്ട്. അമ്പലത്തോളം പേര് നിങ്ങൾ നമുക്ക് മാറുണ്ട്, നമ്മളും പറയാനും. പുറത്തിറങ്ങുമ്പോ സമൂഹത്തെ ചിന്തിച്ചാൽ മതി, ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് പുറത്തിറങ്ങുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് അത് വിധികൾ ക്യാമറ അതേ മൊത്തം വിളിച്ചു പറഞ്ഞേ. അതല്ല അപ്പൊ സമൂഹം ഇല്ല, വിളിച്ചറിയാം. അപ്പൊ സമൂഹം ഇല്ല. ഏത് കുളിമുറിയിലും ലിമിന്റെ വിധം കഴിഞ്ഞില്ലേ? ഒരു കാലവും വേണ്ടല്ലോ. പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? ലിമിന്റെ ഒന്നും പറ്റില്ല. നമുക്കിന് എതിരാണോ? കൊടുത്തേ പറയുന്നതെല്ലാം നോക്കണം. പൈസ കൊടുത്തേക്കാം. നമ്മളെ വീട്ടുകാരെ നമുക്ക് ചമ്മക്കോട് വാങ്ങലും നമുക്ക് കാണണം 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 കാണണം. ഞാൻ മുണ്ടായപ്പള്ളിയിലെ അത് തിരുത്തും, അത് തിരുത്തും. അല്ല തിരുത്തുണ്ട്. ഇത്ര വരെ ഓക്കെ, നിന്റെ അപ്പന്റെ വരെ ഓക്കെ. പക്ഷെ നീ ജനിച്ച് അവിടെ ഉണ്ടായപ്പള്ളി ഇപ്പൊ പറയാൻ പറ്റില്ല. 5-6 കുടുംബക്കാർക്ക് ഒറ്റ വാർത്തയും അത് കണ്ടാ മതി. നിങ്ങളുടെ ഇത് കളയണ്ട ഈ സാധനം. ഇത് എന്താണ് ഞാൻ കളയല്ലേ? നീ ഇതിനകത്തോ യൂട്യൂബ് ഇട്ടില്ലേ? ഇത് അവിടെ എഴുതിയിട്ടുണ്ടോ? പാസ്വേഡ് എന്തെങ്കിലും ഇപ്പൊ കേൾക്കണം. 6 വർഷം കഴിയുമ്പോ ജനിപ്പിച്ചതല്ലേ പറയുന്ന വാക്കൊന്നേ ഉള്ളൂ. നിനക്കതില്ല. എന്നാലും ചമ്പങ്കോടാരെ നിനക്കതില്ല. ഓക്കെ, ചമ്പക്കൂടാരല്ലേ ഞങ്ങളുണ്ടല്ലോ, അച്ഛനും അമ്മയൊക്കെ അതിന്റെ ഉള്ള കാര്യം. വേറെ ആർക്കാ? നമ്മുടെ ഉൾപ്പെടെ അങ്ങനല്ലേ? പിന്നെ അതെ, പിന്നെ ആരാ? നീ കുറച്ച് മുന്നേ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയാ എന്റെ ഇതൊരു അവരെ വെറുപ്പിച്ചാണോ ഉദ്ദേശിച്ചത്? ഞാൻ എന്റെ യജമാനെ കാര്യം പറയാം. യജമാനെ കഴിയുമ്പോഴത്തേക്കും വീട്ടുകാർ കൂട്ടാൻ പറ്റും. പിന്നെ തന്റെ ഇടം എന്താ? തന്റെ ഇടം പിന്നെ എന്തുവാ? നിനക്ക് തന്റെ ഇടം ഇല്ല. വീട്ടുകാരെ വിളിച്ചിട്ട് വിളിക്കണം തന്റെ ഇടം. വീട്ടുകാരെ മുന്നിൽ തെറി വിളിക്കുന്നതല്ലേ തന്റെ ഇടം. പിന്നെ ഞാൻ തെറി വിളിക്കുന്നത് അവരുടെ വീട്ടിൽ ഞാൻ അത്ര കംഫർട്ടാണ്. കംഫർട്ട് എനിക്ക് തെറി വിളിക്കും കാര്യമെന്നുള്ള കാര്യം എന്റെ വീട്ടിലെ നടക്കുന്നുള്ളൂ. എല്ലാവരുടെ വീട്ടിൽ നടക്കുന്നത് എനിക്കങ്ങനൊന്നുമില്ല. ഞാനിപ്പോ തെറി വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. അല്ല എന്റെ സന്തോഷപ്രകാരം ഞാൻ അങ്ങനെ കളയാൻ ഡബിളൊക്കെ
ഇത് നീ എന്നാന്ന് വിചാരിച്ചു? ഞാൻ അങ്ങനെ എനിക്കറിയില്ല. നീ എന്നെ വിചാരിച്ചു? ഞാൻ ചോദിച്ചത് നീ എന്നെ വിചാരിച്ചു? വിജയിച്ചതാണ്. അങ്ങനെ ആണെങ്കിൽ ഓക്കെ തന്നോട് പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് തന്റെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാ. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ തന്റെ ഇപ്പൊ ഉദ്ദേശിച്ച തന്റെ ഞാൻ ഉദ്ദേശിച്ചത്. എപ്പം പറഞ്ഞിരിക്കും ഓക്കെ ഞാൻ കംഫർട്ട് സോൺ ആയിട്ട് ഇതിനാദ്യമായിട്ടൊന്നും അംഗീകരിക്കുന്നത്. അത് ഓക്കെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ അവനങ്ങനെ കംഫർട്ടാന്ന് പറഞ്ഞോണ്ട് നേരത്തെ ടോപ്പിക്കുണ്ട്. പോണം നീ ചുള്ളി ഉണ്ടായിരുന്നു. ഞാൻ ചുരുളി വെക്കാൻ അച്ഛനോട് ചോറുണ്ട്. കാണാൻ പറ്റിയ സമയം ഞാൻ വിളിക്കുന്നത് ഞാൻ അങ്ങനെ ആണ് ശരിയാണ്. ഞാൻ മറ്റുള്ളവർ വീട്ടുകാർ കൊടുക്കേണ്ട റെസിപ്റ്റ് കൊടുക്കണം. ചുള്ളി ഡാഡി ചുള്ളി കണ്ടിട്ടുണ്ട്. കാണിക്കുമ്പോൾ എനിക്ക് ഡാഡി ഇങ്ങനെ ചോദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെടുമായിരിക്കും. ഡാഡി ഇതിന്റെ പോലീസുകാരൻ തോക്ക് ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അമ്പലക്കുളം പോലീസുകാരൻ ഇത് പറഞ്ഞില്ല. ഡാഡി കൊച്ചിലെ തീരെ കൊച്ചിലെ നിക്കർ കേട്ടോ ഡാഡി കൂട്ടാൻ വേണ്ടി പോലീസുകാരൻ ഞാനിപ്പോ വീഡിയോ പോലീസുകാരൻ പൊട്ടാസൊക്കെ ഇല്ലേ? ഇത് നമ്മുടെ ഇപ്പൊ നമ്മൾ പോലീസ് കളിക്കാൻ ചെയ്യുന്ന പണ്ടൊന്നും കളിക്കാൻ ചെയ്യുന്നുണ്ട്. അവര് ഭയങ്കര കരുപ്പല്ല. ഡാഡി നിക്കറൊക്കെ ഇട്ട പോലീസുകാരാണ്. കൊല്ലോട്ട് കുട്ടിയിലോട്ട് പോലീസുകാർ ഞെട്ടി. പോലീസുകാർ നാണക്കേടല്ല. എത്ര ആൾക്കാരൊന്നും മേടിച്ചിട്ട് നാണക്കെട്ടില്ല. എല്ലാരും തിരിച്ച് ഡാഡി കുറെ ഓടിച്ചു. പോലീസുകാർ തല്ലാൻ വേണ്ടി ഓടിച്ച് ഡാഡി കൊച്ചി ഇറങ്ങി. ഇത്ര കണ്ടേ ഉള്ളത് നിക്കറിൽ ഒന്നി ഇറങ്ങാൻ ഓടി 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 അപ്പുറത്ത് അനുജത്തിന്റെ ഓടി ഓടി നാടകക്കാര് ഈ ഡ്രസ് പോകുന്ന ഷർട്ട് വെച്ച് പിടിക്കില്ല. പോകുന്ന ഷർട്ട് ഊരി വിട്ട് നിക്കറിട്ട് പോകും. ഓടി ഓടി മറ്റേ ഇരകുണ്ട വെച്ച് നാടകക്കാർ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ കിടക്കണം പറഞ്ഞു. പോലീസുകാരും വീട്ടുകാരും ഒക്കെ അന്വേഷിച്ചു നടക്കുക. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് രാവിലെ അപ്പൂപ്പൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയമായിരുന്നേ. അച്ഛനെ കാണാൻ ഞാൻ ഇങ്ങനെ അടിച്ചു വന്ന ഒരു കൂലി പറഞ്ഞത് ശബരിമല നാരങ്ങാളം വിൽക്കുന്നത് കണ്ടപ്പോ പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം അച്ഛനെ കണ്ട് പുള്ളി അങ്ങോട്ടും കൊണ്ട് ഐ കോണ്ടാക്ട് വന്നു. അപ്പൊ മനസ്സിലായി പുള്ളി വീട്ടിൽ പറയുന്നു. ഇതിന്ന് കണ്ട് കണ്ടാൽ കൊച്ചിനെ കണ്ടിറങ്ങി എന്നോട് വന്നു നാരങ്ങാളം വിൽക്കുന്നത്. വന്നപ്പോ കുറി കനവും അപ്പ പറഞ്ഞു. കനവും 2-3 ഗ്ലാസ് ചാർലിയാണ് വൈരാഗിയായിരുന്ന ആളായിരുന്നു. സന്യാസിയായിരുന്നു.
ഇവിടുന്ന് തേങ്ങയൊക്കെ പറക്കി കൊണ്ടുപോയി ഹൈ റേഞ്ചിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. ഡാഡി തുടങ്ങിയത് വണ്ടിക്കതിരി കൊണ്ടുപോയി പിന്നെ അതുകൊണ്ട് കൊണ്ട് വിൽക്കുമായിരുന്നു. എൻ്റെ അവസ്ഥ ഡാഡി പൈസ ഉണ്ട് അവര് പിടിച്ച് അടി കൊല്ലാൻ തമിഴ്നാട്ട് അവര് കൊല്ലാൻ വേണ്ടി പിടിച്ച് ഡാഡി എന്തോ നമ്പർ ഉണ്ട് കൂട്ടായി എന്നെ തട്ടിപ്പോയെന്ന് പറഞ്ഞു. പൈസയൊക്കെ ആയിട്ട് വേണം വിട്ടിട്ട് പൈസ ഉണ്ടല്ലോ നീ കഞ്ചാവ് പോയി തരും റെക്കോർഡ് ചെക്ക് ചെയ്തില്ലായിരുന്നു.